2 ദിവസമായി ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ കൂടുതലായി ഉയർന്നു കേട്ടത് വീർ സവർക്കർ എന്ന വാക്കായിരുന്നു. ഭരണഘടന സംബന്ധിച്ച പ്രത്യേക ചർച്ചയ്ക്കിടെ വീർ സവർക്കറെ ഇകഴ്ത്താൻ കോൺഗ്രസ് പല തവണ ശ്രമിച്ചെങ്കിലും രൂക്ഷമായി കടന്നാക്രമിച്ചായിരുന്നു ഭരണപക്ഷ അംഗങ്ങളുടെ മറുപടി. സവർക്കറെ പ്രകീർത്തിച്ച ഇന്ദിരാഗാന്ധി എഴുതിയ കത്ത് ഉയർത്തിക്കാട്ടിയതോടെ കോൺഗ്രസ് ഒന്നാകെ വെട്ടിലാകുകയും ചെയ്തു. മനുസ്മൃതിയാണ് പിന്തുടരേണ്ടതെന്നും ഭരണഘടനയിൽ ഭാരതത്തിൻ്റെതായി ഒന്നുമില്ല എന്നും സവർക്കർ പറഞ്ഞിരുന്നതായി രാഹുൽ ആരോപിച്ചു. ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിപ്പിടിച്ചുള്ള പ്രസംഗത്തിനിടെ മനുസ്മൃതിയും ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ സവർക്കറെ വിമർശിച്ചത്. പിന്നാലെ ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ ഇന്ദിരാഗാന്ധി സവർക്കറെ പ്രകീർത്തിച്ചെഴുതിയ കത്ത് സഭയിൽ ഉദ്ധരിച്ചു. സ്വതന്ത്രവീർ സവർക്കർ രാഷ്ട്രീയ സ്മാരക് എന്ന സംഘടനയുടെ സെക്രട്ടറിയായിരുന്ന പണ്ഡിറ്റ് ബാഖലേക്ക് ഇന്ദിര എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ 1980 മെയ് 8 എഴുതിയ കത്ത് കിട്ടിബോധിച്ചിരിക്കുന്നു. വീർ സവർക്കർ ബ്രിട്ടീഷുകാരെ സധൈര്യം എതിർത്തുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ള പങ്ക് അവിസ്മരണീയമാണ്. ഭാരതത്തിന്റെ ഈ വിശിഷ്ടപുത്രന്റെ ജന്മവാർഷികം ആഘോഷിക്കുവാനുള്ള താങ്കളുടെ ഉദ്യമങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇതായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇന്ദിരയുടെ വാക്കുകൾ. ശ്രീനാഥ് ഷിൻഡെ ഇന്ദിരയുടെ വാചകങ്ങൾ തുറന്നു കാട്ടിയതോടെ രാഹുൽ പരിങ്ങലിലായി. ബ്രിട്ടീഷുകാരോട് സവർക്കർ മാപ്പ് ചോദിച്ചിരുന്നതായി തന്റെ മുത്തച്ഛി തന്നോട് പറഞ്ഞു എന്ന വാക്കുകളോടെ വിഷയത്തിൽ നിന്നും രാഹുൽ വ്യതിചലിച്ചു. വീര സവർക്കർക്കെതിരെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പടച്ചുവിടുന്ന കോൺഗ്രസുകാർക്ക് സവർക്കറെ പ്രകീർത്തിച്ചുള്ള ഇന്ദിരയുടെ വാക്കുകളെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയാണ്. ജനം, ഡൽഹി.